മോളിൽ എന്തായടി? അവനെ ഓയിൽ മസാജിങ് കഴിഞ്ഞിട്ട് കുളിക്കാൻ കയറി, അല്ലെങ്കിൽ പെട്ടുപോയനെ. ഇങ്ങനെ എത്ര നാള് മരിച്ച പോലെ ജീവിക്കും? മരിച്ചു കഴിയുന്നത് വരെ. എടി നീ ഒന്ന് മുകളിലോട്ട് പോടി, അല്ലെങ്കിൽ അവൻ നിന്നെ മുകളിലോട്ട് എടുക്കും. എന്റെ കൊച്ചി അങ്ങോട്ടൊന്ന് ചെല്ല്. ഒന്ന് പോടി. ആദ്യ കേറിയോണ്ടാന്ന് തോന്നുന്നു, പിന്നെയും വിശക്കുന്നു. യോ, കഴിച്ചോ കഴിച്ചോ, എല്ലാം ഇരിക്കല്ലേ. എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ട് മരിക്കുന്ന നല്ലത്. നോശം പിടിക്ക. ഒരു പയ്യനെ കയറ്റി താമസിപ്പിച്ചു. അപ്പോ കാര്യം എളുപ്പമായില്ലേ? അവരുടെ താടിക്ക് തട്ടിയിട്ട് പറയാം, കയറാൻ യോഗ്യത ഉള്ളവൻ തന്നെയാ കയറിയിരിക്കുന്നേന്ന്. ഒരു മാസം കൂടെ കഴിഞ്ഞാ നമ്മളങ്ങ് ഒന്നിക്കത്തില്ലയോ? പിന്നെ ആരെന്ത് പറഞ്ഞാൽ എന്താടി? കുളി കഴിഞ്ഞിട്ടും മുഷിഞ്ഞ ഡ്രസ്സ് തന്നെ ഞാൻ ഇടുന്നത്. ഇനി എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണം. നിനക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ സെലക്ട് ചെയ്തോ. നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. മുഷിഞ്ഞ ഡ്രസ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടേ? എന്റെ ദീപേട്ടൻ എന്നും ഹാൻസം അല്ലേ? അല്ല, നിന്റെ മുറച്ചിറക്കൻ ഉണ്ണി എങ്ങനെയുണ്ട്? ആള് സ്മാർട്ടാണോ? അയാള് സ്മാർട്ടായാലും അല്ലെങ്കിലും എന്റെ മനസ്സിൽ തറച്ചത് ഒരാള് മാത്രമേ ഉള്ളൂ. അതെന്റെ ദീപേട്ടനാ. ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കാൻ ഏതൊരാണിനും സുഖാടി. നമുക്ക് പോവാം. പോവാം, നീ വാ. ഇവളുടെ മുറച്ചെറുക്കൻ ഉണ്ണിയുടെ കാര്യം ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ, ശാപ്പാടും കഴിഞ്ഞിട്ട്. ആഹാ, അവൻ ഇവിടെ വന്നായിരുന്നു. പിന്നെ ആരും വന്നില്ലെന്ന് നീ പറഞ്ഞോടി. അയ്യോ, ഉണ്ണിയേട്ടൻ വന്നായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങളെ മനഃപൂർവ്വം പറയാതിരുന്നതാ. പറഞ്ഞു കഴിഞ്ഞാ മുകളിലോട്ട് കയറി വരും. ശല്യമാന്നേ, ഭയങ്കര ശല്യവാ. ആ ശല്യക്കാരനോട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇവൾ എന്റെ പെണ്ണാണെന്ന്? അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞതാണല്ലോ. നോക്കണം നോക്കണം, കണ്ണി താലിമാല എടുത്താലേ അത് കഴുത്തിൽ ഉറക്കത്തില്ലെന്നാ പഴഞ്ചൊല്ല്. ആഹാ, എന്ന് ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്നാ ഞങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. കന്നിമാസത്തെ കോടി വസ്ത്രം എടുക്കാൻ പാടില്ല മോനെ. മോനെ, ഈ കല്യാണം എന്ന് പറയുന്നതേ ആണും പെണ്ണും തമ്മിലുള്ള ഒരു കൂടിച്ചേരല. അത് എന്നേക്കുമായി നിലനിൽക്കണമെങ്കിൽ മാസവും കാലവും ഒക്കെ നോക്കിയേ പറ്റൂ. പക്ഷേ തുലാമാസം വരെ ഈ നോട്ടമൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കളി മാറും. പിന്നെ ഈ പറയുന്നതിലൊക്കെ ആത്മാർത്ഥത ഉണ്ടോന്ന് എനിക്ക് ചിന്തിക്കേണ്ടി വരും. കർണേട്ടാ, ഇത് എന്തൊരവസ്ഥയാ ഇത്? പിന്നിലിരിക്കുന്നവർക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കിയത് നമ്മുടെ മോളെ ഉദ്ദേശിച്ചാന്ന് തോന്നുന്നു. അതുകൊണ്ട് മരുമോൻ കണ്ടാലും പെട്ടെന്നൊന്നും പിടിക്കുകയല്ല. ഓ, പോന്ന പോക്കില്ലേ അവൻ ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ പെട്ടാ മതി. അപ്പൊ നമ്മുടെ മോളോ? അവൻ ചതഞ്ഞരയുന്നതിനെ കുറിച്ച് ഓർത്തപ്പോഴേ അവളെ വിട്ടുപോയി. എന്നാ ആരെയും വിടാതെ അവൻ ചതച്ചോളും. എടി, എന്തായാലും ഹെൽമെറ്റ് വെക്കുന്നത് കൊണ്ട് ആരും നമ്മുടെ മോളെ വലുതായിട്ട് കാണത്തില്ല. കളിയാക്കരുത് കേട്ടോടി. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ മനസ്സിൽ പറയുന്നതേ എനിക്ക് കേക്കാം. എന്താ ഞാൻ ചമ്മിയെന്നോ? ദേ വേറൊരുത്തി വന്നിരിക്കുന്നു, മനസ്സിൽ ചിരിച്ചോണ്ട് ഒരു വെളുമ്പി. എടി, നിന്റെയൊക്കെ ചിരി മായുവടി. ഞങ്ങൾ ആരും ചിരിക്കുന്നില്ലമ്മേ. ഇവിടെ ഇത്തിരി മനസ്സമാധാനം കിട്ടിയതിന്റെ ആശ്വാസത്തില ഞങ്ങളിപ്പോ. ഓ എടി, അഹങ്കാരിയായ അനാഥേ, പുറത്തുള്ള നാഗദൈവങ്ങൾക്കും ദേവിക്കും ഇനി നീ വിളക്ക് വെച്ചേക്കരുത്. അവിടെ നിന്ന് വിളിച്ചോതി പ്രാർത്ഥിച്ചിട്ട് തന്നെയാടി എന്റെ കൊച്ചു മാറിയത്. തോന്നുന്നേ ഒരുത്തി മേശപ്പുറം വെളുപ്പിക്കുന്നു. പോകിനടി. മോള് വാ.
മോനെ വിജിതമ്മൊക്കെ എന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ വഷളാകും, പറഞ്ഞേക്കാം. അവൾക്കാണോ അമ്മയ്ക്കാണോ ഇപ്പൊ ചികിത്സ വേണ്ടതെന്നോ എന്റെ സംശയം. എന്റെ ദേവി, എന്നെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തുവാണോ? ഈ പ്രായത്തിലെങ്കിലും കണ്ണടയുന്നതിന് മുമ്പ് നല്ല നല്ല കാഴ്ചകൾ എന്നെ കാണിച്ചുകൂടായോ? എന്റെ ചേർത്തെടുത്ത് ഭഗവതി. ഒരു ഇത്തിരി വെണ്ടയ്ക്ക, ഇത്തിരി വഴുതനങ്ങ, വിഷാംശമില്ലാതെ അത് മാത്രം എനിക്ക് തന്നാ മതി. ഭക്ഷണത്തിൽ മാത്രം വിഷാംശമില്ലാതിരുന്ന പോരാ, മനസ്സിനകത്തത് ഉണ്ടാവാൻ പാടില്ല. സാറേ, ഞാൻ എന്റെ മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ മാത്രമല്ല, എന്റെ കെട്ടിയോളും മോളും ഒക്കെ അങ്ങനെ തന്നെയാ. ആ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത തിരിച്ചടികൾ കൊടുത്തിട്ട് ഇനി താനൊക്കെ അവരെ സ്നേഹിച്ചിട്ട് എന്താണോ കാര്യം? സാറിന്റെ തെറ്റിദ്ധാരണ ഇതുവരെയും മാറിയില്ലേ? അത് പോട്ടെ, ഞാനിപ്പോ വന്നിരിക്കുന്നതേ സാറിന് ഒരു കല്യാണാലോചനയുമായിട്ടാ. മതിലകം ഈ നാട്ടിലെ പേരെടുത്ത തറവാട. പെൺകൊച്ചിന്റെ പേര് കാർത്തിക. ശുദ്ധനാണെന്നൊന്നും പറയുന്നില്ല. കാശുണ്ടാക്കാൻ വേണ്ടി വളഞ്ഞ വഴിയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എന്നാ ഇനി അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്യാനാ എന്റെ തീരുമാനം. ഉടനെ ഒരു സംഭവം നടക്കും. എന്നതാ? അതെന്റെ ജയിൽവാസമാണോ മരണമാണോ? നിങ്ങളെപ്പോലുള്ള കുറുക്കന്മാര് സ്നേഹം കാട്ടി അനുനയത്തിൽ വരുന്നത് നാളെ നടക്കാൻ പോകുന്ന ചതി മുന്നിൽ കണ്ടിട്ട് തന്നെയാ. കണ്ണേട്ടനെയും കുടുംബത്തെയും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മകളും സ്നേഹിക്കുന്നത് അങ്ങനെ എന്തോ ദുഷ്ട ലാക്കോടെ തന്നെയാ. ഇനിയിപ്പോ ഞാൻ സാറിനോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കാലം തന്നെ തെളിയിക്കട്ടെ കരണം മാറിയെന്ന്. ആരെയും കൂടുതൽ കൊതിപ്പിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം നിന്റെ മുറച്ചെറുക്കന്റെ അടുത്ത്, നീ എന്റെ പെണ്ണാണെന്ന്. എന്തിനാ അതൊക്കെ? ഉണ്ണിയേട്ടൻ വലിയൊരു ഡോക്ടറാ. ഇഷ്ടം പോലെ പ്രപ്പോസൽ വരുന്നുണ്ട്. പണക്കൊതിയനാ. അതുകൊണ്ട് ഏതെങ്കിലും നല്ലൊരു കൊമ്പ് വരുമ്പോ അതിൽ കയറി പിടിച്ചോളും. എന്നാ പിന്നെ പോട്ടെ. അല്ല, തുലാമാസം നമ്മുടെ കെട്ട് നടക്കുമല്ലോ. തുലാവർഷം പെയ്തിറങ്ങുമ്പോ നമ്മുടെ ഹണിമൂണാ. ൊരു വീട്, കുടുംബസ്വത്ത് ഭാഗം വെച്ചപ്പോ ഒരു തുണ്ട് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വസ്തുവിന്റെ വിലയിടിഞ്ഞെങ്കിലും ഒരു 10-30 ലക്ഷം രൂപ കിട്ടും. അത് വിറ്റ് ഫിക്സഡ് ഇട്ടിട്ട് വാടക വീട്ടില് എന്റെ ഭാര്യയ്ക്കൊപ്പം മനസമാധാനത്തോടെ ജീവിക്കണം ഇനിയുള്ള കാലം. വഴക്കിടാനോ തർക്കിക്കാനോ വന്നതല്ല, പെണ്ണ് ചോദിച്ചു വന്നതാ. കൃഷി ഓഫീസറായിട്ട് ഓരോരോ നാട്ടിൽ പോയി താമസിക്കുമല്ലേ, ഇവിടെ നിന്ന് മറ്റൊരിടത്ത്. അവിടെയൊക്കെ ഓരോരോ കുടുംബം ഉണ്ടാക്കിയിട്ടാണോ പോകാറ് പതിവ്? അല്ല, ഒരുത്തി വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുന്നോണ്ട് ചോദിച്ചതാ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയാറുണ്ട്. അത് സത്യ. കാർത്തൂനെ അന്യരായ ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു. കണ്ണേട്ടന്റെ അമ്മയ്ക്ക് മാത്രം കാർത്തൂനെ കാണുമ്പോ കാഴ്ച മങ്ങും. അതാ പ്രശ്നം. ബന്ധത്തെ അനുകൂലിക്കുക, പിന്നെ കുട്ടി മാത്രം തന്നെ എങ്ങനെ വാശി പിടിക്കുന്നേ? കണ്ണേട്ടന് വഴിയരികിന്ന് കിട്ടിയതാ എന്നെ. ആ ദിവസത്തെ നക്ഷത്രം നോക്കി ഞാൻ കാർത്തിക നക്ഷത്രക്കാരിയാണെന്നും കണ്ണേട്ടന് ഉറപ്പിച്ചു. എനിക്ക് ആ പേരും തന്നു. എനിക്ക് പ്രത്യേകിച്ചൊരു ജാതകമൊന്നുമില്ല. എന്റെ നക്ഷത്രം ശരിയാണോന്നും അറിയില്ല. അങ്ങനെ ഒരു പെണ്ണിനെ സ്വീകരിക്കാത്തതാ നല്ലത്. വിശ്വസിക്കാൻ ഒരു മറുപടി കിട്ടുമെന്ന് എപ്പോഴും കരുതും. അതുണ്ടായിട്ടില്ല ഇതുവരെ. എന്നാലും പിന്തിരിയുന്നില്ല. ജാതകം കുറിച്ചിട്ടില്ല എന്ന് കാർത്തു പറഞ്ഞു. ഇനിയിപ്പം ആ കുട്ടിയുടെ ജാതകമൊന്നും എനിക്ക് കാണണ്ട.
കാർത്തു ജനിച്ചത് നല്ല സമയത്ത് തന്നെ ആയിരിക്കും. എന്നാ മരുമകനാകാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണോ? ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് കാർത്തൂന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അകലിനെയും കൂട്ടി പോയത്. എന്നാ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ കാർത്തൂനോട് പറയുന്നുണ്ട്, സമയം നല്ലതായതുകൊണ്ടാണ് നല്ല നല്ല ആൾക്കാരൊക്കെ നമ്മളെ തേടി വരുന്നതെന്ന്. എന്നാൽ ഇതുവരെയും കാർത്തു അതിന് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടില്ല. എങ്കിലും എന്റെ മനസ്സ് പറയുന്നുണ്ട്, അരുണിന്റെ ഭാര്യയായി കാർത്തൂനെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമെന്ന്. അതുകൊണ്ടാണോ എനിക്ക് ശിക്ഷ കിട്ടിയത്? എന്തൊക്കെ കണ്ണേട്ടൻ ഈ പറയുന്നത്? അല്ല, അവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം ഇരട്ടിച്ചോണ്ടിരിക്കുക. ഞാൻ ഇന്നുവരെ അമിതമായിട്ട് ആരോടും ഒന്നും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ആരെയും ഒന്നിനു വേണ്ടി ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. എങ്കിലും ഇവിടെ ഞാൻ മനസ്സിൽ തട്ടി തന്നെ പറയാ, എനിക്ക് വേണം കാർത്തൂനെ. അവൾ എനിക്ക് തരണം. അതിനി കണ്ണേട്ടൻ വിചാരിച്ചാലേ സാധിക്കൂ. അതിന് കഴിയുന്നുണ്ടോ? നയന വലിയ കുഴപ്പമില്ലാത്ത പെണ്ണായിരുന്നു. എന്നാ മോളുടെ കുടുംബത്തിൽ ഒരാൾ ജയിലിലേക്ക് പോയപ്പോ അവക്കും തുടങ്ങി സംശയം. അതാ ആൾക്കാരുടെ പൊതു സ്വഭാവം. അതുകൊണ്ടാ പറയുന്നത്, നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുമ്പോ തടസ്സം പറയരുതെന്ന്. മോൾക്ക് ദേവി മനസ്സറിഞ്ഞു തന്ന സമ്മാനം അരുൺ സാർ, അത് മറക്കണ്ട. എന്നാ മോളുടെ കുടുംബത്തിൽ ഒരാൾ ജയിലിലേക്ക് പോയപ്പോ അവക്കും തുടങ്ങി സംശയം. അതാ ആൾക്കാരുടെ പൊതു സ്വഭാവം. അതുകൊണ്ടാ പറയുന്നത്, നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുമ്പോ തടസ്സം പറയരുതെന്ന്. മോൾക്ക് ദേവി മനസ്സറിഞ്ഞു തന്ന സമ്മാനം അരുൺ സാർ, അത് മറക്കണ്ട. എല്ലാവരും ഇത് തന്നെ പറയുക. എന്നിട്ടും മോള് ഞങ്ങളെയൊക്കെ നിരാശപ്പെടുത്തുന്നതല്ലാതെ അനുകൂലമായി ഒരു മറുപടി പോലും പറയുന്നില്ല. സ്വന്തം ഏട്ടന്റെ തണലിൽ കഴിഞ്ഞപ്പോഴുള്ള മനസമാധാനം അതിനുശേഷം ഇല്ലാന്ന്. ഇഷ്ടംപോലെ പൊന്നും പണമൊക്കെ കിട്ടി. എന്നാ അവനൊരു വലിയ ബാധ്യതയാ തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്. സാറേ, സ്വഭാവം ശരിയല്ലാത്ത ഭാര്യമാര് മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ നമ്മൾ ആണുങ്ങളെ കൊന്നുകൊണ്ടിരിക്കും. അതിലേക്കാ ഇനി ഡോക്ടർ ഉണ്ണിയുടെ പോക്ക്. അപ്പൊ ശരി. നിനക്ക് ഹോട്ടൽ ഫുഡിനോട് വലിയ താല്പര്യമായിരുന്നല്ലോ. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വേണ്ട ദീപേട്ടാ. അതെന്താ അങ്ങനെ? ജയിലിൽ നിന്ന് ഞാൻ വന്ന ശേഷം നിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഹോട്ടൽ ഫുഡ് അങ്ങനെ കഴിക്കാറില്ല. അതത്ര വിശ്വസിക്കാനും പറ്റില്ലല്ലോ. അതെ, ഹോട്ടൽ ഫുഡ് പോലെ തന്നെ ചില പെണ്ണുങ്ങളുടെ കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. അതെന്താ ദീപേട്ടൻ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ പൊതുവായൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആ ഗണത്തില് എന്നെ പെടുത്തണ്ട. ഇടി, നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നീ ഇത്രയും കാലം എനിക്ക് വേണ്ടി കാത്തിരുന്നു. ഞാനിപ്പോ ഒരു ജയിൽ പുള്ളിയാണല്ലോ. ആരെങ്കിലും തിരിച്ചറിഞ്ഞ ജയിൽ പുള്ളിക്കൊപ്പം നടക്കുന്ന നാണക്കേടല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അല്ല, ചിന്തിച്ചാലും ആ ജയിൽ പുള്ളിയുടെ ഭാര്യയാണ് നാളെ നീ. പിന്നെ ഒന്നിച്ച് നടക്കുമല്ല, ഒന്നിച്ച് ജീവിച്ചേ പറ്റൂ.
ഒക്ടോബർ 25 ഞായറാഴ്ച. അതിനൊരു മാറ്റവും ഇല്ല. ഞാൻ ചത്തില്ലെങ്കിൽ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അതിനു മുമ്പ് നീ ചാകും. നിന്നെ ഞാൻ പരലോകത്തേക്ക് അയക്കും. എന്താ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്നാ പിന്നെ വാ. കാവിശ്ശേരി കരുണന്റെ മോളും ദീപനുമായിട്ട് എന്താ ബന്ധം? അവര് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെന്ന് നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ലല്ലോ. അതേപറ്റി സംസാരിക്കേണ്ട കാര്യം നമുക്കിടയിൽ വന്നിട്ടുമില്ല. എങ്കിലും കഴിഞ്ഞൊരു ദിവസം ദീപൻ പറഞ്ഞായിരുന്നു അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഈ നാട്ടുകാരിയാന്ന്. അവിടെയാണ് ഞാൻ ആകെ കൺഫ്യൂഷനായി പോയത്. നീ പറഞ്ഞു വരുന്നത് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി കരുണന്റെ മോളാണെന്നാണോ? ദാ അങ്ങനെയാണെങ്കിൽ ദീപനൊന്നും അറിയാതിരിക്കൂ. അല്ലെങ്കിൽ കരുണന്റെ മോള് അവനോടൊന്നും പറയാതിരിക്കൂ. ആ അതും ശരിയാ. അങ്ങനെയാണെങ്കിൽ കരുണനും ദീപനും റിലേറ്റീവ്സ് ആയി. അവൾക്ക് ഒരു 10-15 വയസ്സുള്ളപ്പോൾ ഞാനുമായിട്ട് അടുത്തതാ. പിന്നീട് ജയിലിലേക്ക് പോയപ്പോ കാത്തിരിക്കാന്നൊരു വാക്ക്. അല്ലേലും അവൾക്ക് കാത്തിരിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്നേഹമാണ് ഞങ്ങള് തമ്മിൽ. അവന് ഇത്തിരി മുൻശുണ്ടിയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ ആണെങ്കിൽ അതുമില്ല. ഈ കാവിശ്ശേരി കരുണൻ കഥയില്ലാത്തൊരുത്തിനാ. മോള് പാവ. അവള് അസ്ഥിക്ക് പിടിച്ചുല്ലേ? അത് അവൾക്കറിയാം. ആ അതുകൊണ്ടായിരിക്കണം കാത്തിരുന്നത്. എന്തായാലും ശരി, ഇഷ്ടപ്പെട്ടവളെ കെട്ടി ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കണം. കാവിശ്ശേരി കരുണന്റെ പണമല്ല എനിക്ക് ആവശ്യം. എനിക്ക് വേണ്ടത് അയാളുടെ മകളെയാ. അത് ഇനിയിപ്പോ ആരെതിർത്താലും ഞാൻ നേടുക തന്നെ ചെയ്യും. ദീപന പെൺകുട്ടിയായിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറുന്ന കണ്ടു. അതേപ്പറ്റി ചോദിക്കാനെ വിളി. കളിക്കായിരുന്നു. നിന്റെ താലിമലം തേടി. അത് പിന്നെ അതിപ്പോ ഇവക്കിടക്കിടക്കേ സ്വർണ്ണം ഇടുമ്പോ അലർജി ഉണ്ട്. അതുപോലെ സിന്ദൂരവും. ആ നേരത്ത് അവള് രണ്ടും ഉപയോഗിക്കത്തില്ല. നിങ്ങളുടെ മോക്ക് നിങ്ങളുടെ മരുമോൻ അലർജി ആയിട്ട് തുടങ്ങിയോ? എന്താ മോനെ മോൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇങ്ങനൊന്നും അല്ല നിങ്ങളോട് സംസാരിക്കണ്ടേ. ആരാണ് ഈ ദീപൻ? ഞങ്ങക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ പരസ്പരം ഉണ്ടോ ഈ സ്നേഹവും ബഹുമാനവും ഒക്കെ? കല്യാണം കഴിഞ്ഞിട്ടും കഴിഞ്ഞില്ല എന്ന് പറയാൻ ഇത് സിനിമയല്ല, ജീവിതം. നിനക്ക് നിന്നെ ഈ പരുവത്തിലാക്കിയ ഈ 2 ജന്തുക്കൾക്ക് മാത്രമേ ഇതിനൊക്കെ കഴിയൂ. ഞാനായിട്ടൊന്നും തിരുവെളുത്തുന്നില്ല. എന്നാൽ നിർത്താതെ പൊട്ടും അധികം വൈകാതെ. അത് എപ്പോന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഓർക്കുന്നുണ്ടോ ഒരാളുടെ മുഖം? മൂത്ത അനന്തരവന്റെ മതിലകത്തെ കണ്ണേറ്റ. എന്താ ഇവക്ക് ചെയ്താലും അതിനുള്ള ആരോഗ്യമില്ലേ? സുധ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? പവിത്രയെ പോലെ തന്നെ ഈ വീട്ടിൽ കയറി വന്ന മരുമോളാ ഇവളും. പിന്നെ ഇവള് മാത്രം ജോലി ചെയ്യാതെ മാറിയിക്കേണ്ട കാര്യം എന്താ? പവിത്രയെ പോലെയാണോ ഇവളിങ്ങോട്ട് വന്നത്? അവളെ പോലെ വിജിതമോളെ കാണാൻ പറ്റുമോ സുധേ? ചേച്ചിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. കണ്ണൻ പവിത്രയും കാർത്തൂനെയും എങ്ങനെ കരുതിയോ അതുപോലെ തന്നെ കരുതാനാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പച്ചി, ഈ വീട്ടിലുള്ള എല്ലാ ജോലികളും ഞാൻ കണ്ടറിഞ്ഞ് ചെയ്തോളാം. അതിന്റെ പേരില് അപ്പച്ചി ആരെയും വിമർശിക്കണ്ട. എന്റെ ചേച്ചി, ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് ആ അനാഥ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് വിട്. കൃഷി ഓഫീസറെങ്കിൽ കൃഷി ഓഫീസർ കെട്ടിക്കൊണ്ട് പോട്ടെന്ന്. ആയിക്കോട്ടെ,
അവൾ ഇവിടുന്ന് പോണെന്നേ എനിക്കുള്ളൂ. പക്ഷേ ആ കരിന്തേലിന് നല്ലൊരു ജീവിതം കിട്ടരുതെന്നായിരുന്നു വിജിത മോളുടെ ആഗ്രഹം. നിങ്ങളും അങ്ങനെ. പിന്നെന്താ ഇപ്പം ഇങ്ങനൊരു മനംമാറ്റം? ഓണം കഴിഞ്ഞപ്പോ മുതൽ ഒന്നും ഇല്ലാത്ത കൂട്ടത്തിലാ. പറഞ്ഞതുപോലെ ചെയ്യുന്നനവാ. എങ്കിൽ പിന്നെ അവന് ഏതെങ്കിലും കള്ളക്കേസിൽ കുടുക്കിക്കൂടെ? എല്ലാരെയും അങ്ങനെ പറ്റുമോ ചേച്ചി? അവന് നല്ല സ്വാധീനമൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്നാ തോന്നുന്നേ. പിന്നെ വെട്ടൊന്നും മുറി രണ്ട്, അതാ സ്വഭാവം. അങ്ങനെ ഒരുത്തന്റെ കെട്ടിയോളായി അവള് മുടിയട്ടെ, അവളൊക്കെ തീരട്ടെ. അതുകൊണ്ട് അവരെ തമ്മിൽ എത്രയും പെട്ടെന്ന് ഒന്നിപ്പിക്കണം. ഇനി അങ്ങനെ ഒരു ചിന്ത മാത്രമായിരിക്കണം ചേച്ചിയുടെ മനസ്സിൽ. വിജിത പറയാത്ത ഒരു കാര്യം ഞാൻ ഇനി പറയട്ടെ. അവള് സ്വപ്നത്തിൽ കണ്ട ദേവിക്ക് കാർത്തൂന്റെ മുഖമായിരുന്നു. എന്നിട്ട് ഞാൻ കാർത്യായനി ദേവി എന്നും പറഞ്ഞെന്ന്. രാമന് സീതയെ ഉഴവുചാലിന്ന് കിട്ടിയതാണെന്നൊരു പറച്ചിലുണ്ട്. അതുപോലെ മോളെ ഏതോ കാട്ടീന്നാ കണ്ണന് കിട്ടിയെന്ന്. ഇനി ദേവി തന്നെ കാട്ടിൽ ഉപേക്ഷിച്ചു പോയതാണോ? ദേവി, കാർത്യായനി, എല്ലാം നിന്റെ മായ. മാത്രമേ ചെയ്യൂ. ദേ, ഞാൻ മുന്നിൽ നിന്ന് തന്നെ ആ കല്യാണം നടത്തും, സാറിന്റെയും കാർത്തൂന്റെയും. താൻ വിചാരിച്ചാൽ മാറ്റാൻ വരുന്ന മനസ്സൊന്നും അല്ല കാർത്തൂന്റെ. സാർ എനിക്കൊരു അവസരം താ. എനിക്കൊപ്പം സാറൊന്നും വരണം അവിടെ വരെ. എന്റെ ഭാര്യയും മോളും ഇപ്പൊ കാർത്തൂനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക. ഇനി സാറും കൂടെ ഒന്ന് വന്നു കഴിഞ്ഞാ നമുക്ക് ആ ബന്ധം അങ്ങ് ഉറപ്പിക്കാം. നടന്നില്ലെങ്കിലോ? നടക്കും സാറേ, ഞാനല്ലേ പറയുന്നത്. അവളെ ഭീഷണിപ്പെടുത്തി ഒന്നും സമ്മതിപ്പിക്കണ്ട. ഇല്ല സാറേ, അനുനയത്തിലേ പറയൂ. കാർത്തൂന് ഇപ്പൊ ഒരു ചാഞ്ചാട്ടം ഉണ്ടെന്നാ വിജിത മോള് പറഞ്ഞത്. കാർത്തു ഇപ്പൊ സാറിനെ പ്രേമിക്കുന്നുണ്ടോന്ന് പോലും ഒരു സംശയം പ്രകടിപ്പിച്ചു. കാർത്തുവും സാറും തമ്മിലുള്ള കല്യാണം നടത്തി തന്ന ദീപനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എന്റെ മോളെ ഒന്ന് രക്ഷിക്കുവോ? ഉപകാരത്തിനൊരു പ്രത്യുപകാരം ചെയ്യാൻ പറ്റില്ല. ഞാനെന്നല്ല ആര് പറഞ്ഞാലും തന്റെ മോളുടെ ചതിക്ക് അവൻ അവളെ ശിക്ഷിച്ചിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. എന്തായാലും സാറ് വാ, ഞാൻ പുറത്ത് നിൽക്കാം. സാറിന്റെ കാര്യം എങ്കിലും നടക്കട്ടെ. അയ്യോ, വലിയൊരു ചരുവത്തിലാ പവിത്ര കാടി ഉണ്ടാക്കി പശുവിന് കൊടുക്കുന്നേ. അതെനിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല. ഞാനോടെ പിടിക്കാം. എന്നിട്ട് നമുക്ക് തൊഴുത്ത് ഒരുമിച്ച് വൃത്തിയാക്കാം. ചാണകം വരണമെന്നാണോ അമ്മ പറയുന്നത്? നിന്റെ ജീവിതമേ ചാണകമായി കഴിഞ്ഞു. ഇനി അത് വാരുന്നോണ്ട് എന്താ കുഴപ്പം? ലൈഫിൽ ഞാൻ ചെയ്യാത്ത പണിയൊക്കെയാ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് സംഭവിക്കും മോളെ. ഈ ജന്മത്തിൽ പിന്നെ നിനക്ക് ഒരു പണിയും ചെയ്യേണ്ടി വരില്ല. അതുപോലെ നിന്നെ പപ്പടമാക്കും ഒരുത്തൻ. ആ കൃഷി ഓഫീസറുടെ ഭാഗത്തുനിന്ന് മോക്കും നിങ്ങൾക്കും വധഭീഷണി ഉണ്ടോന്ന്. ആ, അവൻ മാത്രമല്ല ചേച്ചി, അവന് ചുറ്റും ഉണ്ടകളാ. എന്തിനും ഏതിനും പോകുന്ന ഇനങ്ങളാ, തനി വെട്ടുപോത്തുകള്. കരുണൻ അവരെ നിസ്സാരമായിട്ട് ഒതുക്കാൻ മേലേടി. അതിന് കഴിയുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പാടുവല്ലോ ഉണ്ടോ ചേച്ചി? എത്ര വലിയവനാണെങ്കിലും നെഞ്ചത്ത് കുത്തേറ്റ മരിക്കത്തില്ലോ അപ്പച്ചി? തീരത്തില്ലേ? അവനെ ഒടിയും ബുദ്ധിയൊക്കെ അറിയാവുന്നവനാ. രാത്രിയിൽ വന്ന് ചിലപ്പോ കൊന്നില്ലെന്ന് വരും, പക്ഷെ കിടത്തിക്കളയും. ഇരുന്ന് നിരങ്ങേണ്ടി വരും. ഇനി സാറ് വരും നല്ലേനും വിത്തുകളുമായിട്ട്. അപ്പൊ പറമ്പ് കിളച്ചും നനച്ചു വിടണം, ഇല്ലേ സാറേ? എന്റെ കണ്ണൻ പൊന്നു വിളയിച്ച മണ്ണായത്. അത് തരിശായി കിടക്കുന്ന കാണുമ്പം സത്യം പറഞ്ഞ എന്റെ നെഞ്ചു പൊട്ടുക. എനിക്ക് നിങ്ങളുടെ നിരപരാധിച്ച മേലൊന്നും കാണണ്ട. ഞാൻ വന്ന കാര്യം നടക്കണം, പോണം. എടി മോളെ, കൈയും കാലും മുഖമൊക്കെ കഴുകിട്ട് കാർത്തുമോളെ വിളിച്ചോണ്ട് വാ. കാർത്തുമോളെ കാണാനാ ഈ സാറുമോൻ വന്നിരിക്കുന്നത്. അല്ല, സാറ് വന്നിരിക്കുന്നത്. ചെല്ലു മോളെ, സാറ് വാ.
ചാറേ ചാറേ ചാമ്പാറ്. ചാമ്പാർ ഇനി അവിയലാകുമെന്നാ തോന്നുന്നേ. ഞാനെന്തിനാ അയാളെ കാണുന്നത്? ദേ ഇതാ എനിക്ക് പിടിക്കാത്തത്. എന്റെ പപ്പ പോയി കൂട്ടിക്കൊണ്ടു വന്നത് അയാളെ. ഇനി നിരാശപ്പെടുത്തി വിടുന്നത് ശരിയല്ല. ഞാൻ വരുന്നില്ല. അയാളോട് പറയേണ്ട മറുപടിയൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിരിക്കുവാ. എന്നിട്ടും നീ വരാതിരിക്കുന്നത് ശരിയല്ല. വന്നിട്ട് എന്താ പ്രയോജനം? എനിക്ക് അയാളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ. അയാളെക്കാളും നല്ല ആരെങ്കിലും നീ നോക്കി വെച്ചിട്ടുണ്ടോ? എനിക്ക് ആരെയും വേണ്ട. ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. എന്തിനാ കാർത്തു ഈ ദുർവാശി? അയാളൊരു നല്ല ആളല്ലേ? ജയിലിൽ കിടക്കുന്ന ആളെ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് ജീവിതത്തില് സന്തോഷങ്ങൾ എന്തും സംഭവിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ കാർത്തു, എന്റെ പപ്പയാ അയാളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞോ കൂട്ടിക്കൊണ്ടുവരാൻ? ശോ, ഇത് വലിയ കഷ്ടമായല്ലോ. ഇനി അയാളോട് എന്തു പറയും? ഞാൻ വരില്ല എന്ന് പറയാൻ പറഞ്ഞില്ലേ? ഈ അഹങ്കാരത്തിനെ എന്നെങ്കിലും ഒരു ദിവസം എന്റെ സമയം വരുമ്പോ നിന്റെ കണ്ണീന്ന് ചോര വരുവടി. അവൾ അയാളെ പോലും വേണ്ടാന്ന് പറയുന്നത്. നമ്മുടെ നേരെ പരങ്ങില്ലായിപ്പോയി. അല്ലെങ്കിൽ അവളുടെ മോന്ത പിടിച്ച് ഞാൻ ഭിത്തിയിലോട്ട് വെച്ച് ഒരച്ചേനെ. പക്ഷെ ഒരയ്ക്കും. ദീപ് എന്റെ മോളെ അവന്റെ പേരൊന്നും പറയാതെ. കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ദേ, മോൾ അടുക്കളയിൽ ചെന്നൊന്ന് സഹായിച്ചു കൊടുക്ക്. ഇന്നിനി എന്നെ കൊണ്ട് ഒന്നും പറ്റൂലമ്മ. ചെയ്യാത്ത പണിയൊക്കെ ചെയ്തിട്ട് അത്രയ്ക്ക് ക്ഷീണിച്ചു കഴിഞ്ഞു. എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയം വേണ്ട. ഈ ജന്മം ഞാൻ ഏടത്തിയുടെ അരികിൽ നിന്ന് പോവാൻ പോകുന്നില്ല. മോൾ അരികിൽ നിന്ന് പോകുന്നത് സങ്കടമാ. അതെനിക്കും കണ്ണേട്ടനും അങ്ങനെ തന്നെയാ. അതുകൊണ്ടല്ലേ ഉണ്ണിയുടെ ഭാര്യയായിട്ട് മോളെ ഇവിടെ പിടിച്ചു നിർത്താൻ കണ്ണേട്ടൻ തീരുമാനിച്ചത്. അത് നടക്കാത്ത സ്ഥിതിക്ക് മോൾ ഒരു കുടുംബമായിട്ട് കഴിയുന്നത് ഞങ്ങൾക്ക് കാണണ്ടേ? അരുൺ സാറിനൊപ്പമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാം. മോൾ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നത് കാണാം. എന്റെ സുഖവും സന്തോഷവും എല്ലാം ഇവിടെ അടുത്തി. എനിക്ക് ഇവിടെ വിട്ടു പോകാൻ വയ്യ. മോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മോളുടെ കണ്ണേട്ടനായിരിക്കും. ഉണ്ണിയും മോളും തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന് വന്നപ്പോ അവൻ അവന്റെ ഭാര്യയായി ഇവിടെ കഴിയുന്നതിന് മുമ്പ് മോൾ ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹിച്ച കൂട്ടത്തിലാ കണ്ണേട്ടൻ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ കല്യാണമായിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിയുന്നില്ല. കണ്ണേട്ടൻ ആദ്യം ജയിലിൽ നിന്ന് പുറത്തു വരട്ടെ. അത് കഴിഞ്ഞിട്ട് മതി അതൊക്കെ. എന്റെ മോനെ, അവക്ക് നല്ല ഒരു ഭാവി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. അത് ശരിയായ അർത്ഥത്തിൽ എടുത്താൽ അവക്ക് കൊള്ളാം. മോനെ, നല്ല കാലം വരുമ്പോ അത് മുതലാക്കാൻ ശ്രമിക്കേ. അല്ലെങ്കിൽ കാലം പോലും നമ്മളെ കൊഞ്ഞനെ കുത്തി കാണിക്കും. അത് മോൻ മറക്കണ്ട കേട്ടോടോ. പോട്ടെ. എന്നാ പിന്നെ മാമൻ പോട്ടെ മോനെ. പിന്നെ ജയിലിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊന്ന് ചിന്തിക്കും. എന്നിട്ട് കാർത്ത മോളിങ് കൊണ്ട് വരുമ്പോഴേ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കും. സത്യം. ഇപ്പോഴും അവളുടെ മനസ്സിലെ ഉണ്ണിയേട്ടൻ തന്നെയാ. അതുകൊണ്ടാ അവൾ അയാൾ നിഷ്കരണം തള്ളിക്കളയുന്നത്. ഉണ്ണിയേട്ടനും ഇപ്പൊ അവളോട് സിമ്പതി ഉണ്ടോ? അങ്ങനെ ആയിരുന്നെങ്കിലേ നീ ഇപ്പോഴെന്റെ ഭാര്യയായിട്ട് ഇവിടെ വരില്ലായിരുന്നു. അതേ പറ്റിയൊന്നും കൂടുതൽ പറയണ്ട. അവളെ വിവാഹം കഴിക്കായിരുന്നെങ്കിലേ ഉണ്ണിയേട്ടൻ ഒന്നും കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭാര്യയുടെ പോസ്റ്റ് തന്നു. എന്നാ ഞാൻ അർഹിക്കുന്ന സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. നീ നിന്റെ കംപ്ലൈന്റ് എന്റെ തോളിച്ചേരാൻ ശ്രമിക്കരുത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്നൊരാൾ ഇവിടെ ഉണ്ടെന്ന് പോലും നിനക്ക് ചിന്തയില്ല. ഏട്ടാ,
ബുദ്ധിയുള്ളവരങ്ങനെയാ. അതിന് പകരം ദുർവാശി കാണിക്കാം. ഒരുമാതിരി കടുംപിടുത്തം. ദേ, ഉണ്ണിയേട്ടൊന്ന് സംസാരിക്കേ. അവളിവിടുന്ന് പോയി കഴിഞ്ഞാ ഉണ്ണിയേട്ടനെ പിന്നെ ഞാൻ സംശയിക്കത്തേയില്ല. പിന്നെ അതിന്റെ പേരിലൊരു സംസാരം ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ട് അവസാനം പപ്പയും മോളും കാല് മാറരുത്. ഏയ്, കഴുത്തു പോയാലും ഞങ്ങൾ മാറില്ല. അയാള് കൃഷി ഓഫീസറാണെങ്കിലും ഒരു ഗുണ്ടയാ. എന്നാലും നല്ല മനസ്സുള്ള ഗുണ്ടയാ, ആത്മാർത്ഥതയുണ്ട്. എത്ര പെട്ടെന്ന് ഓരോന്നും മാറ്റി പറയുന്നത്. അവൻ നിന്നെയും വിരട്ടോ മറ്റോ ചെയ്തോ? ഞാൻ പറഞ്ഞില്ലേ ഉണ്ണേട്ടാ, അർഹിക്കാത്തതൊക്കെയാ കാർത്തൂന് കിട്ടുന്നത്. എന്നാ അതിന്റെ മഹത്വം അവള് മനസ്സിലാക്കുന്നില്ല. അവൾക്ക് ആരോടോ ദേഷ്യമുള്ളത് പോലെ. ആരോടാ അവള് ദേഷ്യം കാണിക്കുന്നത്? ഇപ്പൊ ഈ കിട്ടിയ ജീവിതം ദൈവത്തിന്റെ കൃപയാ. ഇന്നത്തെ കാലത്ത് 10-25 പവൻ ആരെങ്കിലും വെറുതെ കൊടുക്കോ? അതുപോലെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് ഒരു കുലുക്കോ ഇല്ല. വല്ലാത്തൊരു സ്വഭാവം തന്നെ. ആളെ മനസ്സിലായത് കരുണന്റെ മോള് വിജിത. അവള് ഞങ്ങളെ കണ്ടില്ല, എങ്കിലും ഞങ്ങള് കണ്ടു. അത് കരുണന്റെ അടുത്ത ബന്ധുവാവാനൊന്നും വഴിയില്ല. ഇതിനു മുമ്പ് അങ്ങനെ ഒരുത്തനെ ഞങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ടാ അവക്ക് എന്തെങ്കിലും അവിഹിത ബന്ധമുണ്ടോ എന്ന് സംശയിച്ചു പോയത്. സാറ് പറഞ്ഞും കൂടെ കൂട്ടി വായിക്കുമ്പോൾ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്നൊരു ചിന്ത. അത് മാത്രമല്ല സർ, ഒരു ചെറുപ്പക്കാരൻ വിജിതയെ അന്വേഷിച്ച് വീട്ടിൽ വന്നു എന്ന്. ഇനി അങ്ങനെ പലതും കേൾക്കുമ്പോ പെട്ട അങ്ങനെ കാര്യങ്ങളുടെ പോക്ക്. വിവാഹത്തിന് മുമ്പ് ആണിനും പെണ്ണിനും ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടാവും. വിവാഹശേഷം നല്ല കുടുംബത്തിൽ പറഞ്ഞവര് അതൊക്കെ അങ്ങ് അവസാനിപ്പിക്കും. അതിനവള് നല്ല കുടുംബത്തിലല്ലോ പറഞ്ഞേ, മറ്റുള്ളവരുടെ കണ്ണിലൂടെ പണം ഉണ്ടാക്കി എടുത്തൊരുത്തന്റെ മകളായിട്ടല്ലേ. അതൊരു കടമായിട്ട് അവളുടെ ജീവിതത്തിലുണ്ടാവും. ഇത്രയും കേട്ടപ്പോ അറിയാനൊരു ആകാംക്ഷ. ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരനെ സാർ അറിയോ? അറിയും, പക്ഷെ അത് ആരാണെന്നും ഏതാണെന്നും ഇപ്പൊ പപ്പേട്ടൻ അറിയണ്ട. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, നമ്മളെയൊക്കെ പോലെ നല്ലവൻ ആ ചെറുപ്പക്കാരനും. അതുകൊണ്ട് തന്നെ വഞ്ചിക്കപ്പെട്ടു. വേണോ? എന്താ വേണ്ടാത്തത്? അല്ല, കേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് കട്ട് ചെയ്യാം. ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാ മതി. നിനക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച ആളെന്ന നിലയിൽ എന്റെ ആവശ്യങ്ങൾക്കൊപ്പമാണ് നീ നിൽക്കേണ്ടത്. ഞാൻ കേക്ക് കെട്ടിയ ഒരു സ്ഥലം തിരഞ്ഞെടുത്താൽ അവിടേക്ക് നീ എനിക്കൊപ്പം വരണം. ശരി, ഇനി അതിന്റെ പേരിലൊരു തർക്കം വേണ്ട. ദീപേട്ടൻ വിളിക്കുന്ന ഇവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാം. അടുത്ത് തന്നെ മറ്റൊരു ദിവസം കൂടി വരുന്നുണ്ട്, ഒക്ടോബർ മാസത്തിൽ. അതൊരു മരണ ദിവസാ. അല്ലേ നിനക്ക് വാക്ക് തന്നത്? നീ എനിക്ക് കുറച്ചുകൂടി സമയം താ. അതുവരെ നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക്. ഉണ്ണി ഉണ്ണിന്നും പറഞ്ഞു നിന്നതേ നീ നിന്റെ പപ്പയും കൂടാ. അവനൊരു ഡോക്ടർ ആയപ്പോ ജയിലിൽ കിടന്നവനെ മറന്നു. അതിനെപ്പറ്റി നല്ല ബോധ്യമുള്ളത് കൊണ്ടാ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആലോചിക്കാൻ. ജീവിതത്തിൽ സ്വത്തും പണമൊന്നും അല്ല വേണ്ടത്, മനസമാധാന. ഒന്ന് അടങ്ങണീ സുധേ. പിന്നെ പറയുന്നതാണോ കുറ്റം? ഒരുത്തരെ ജയിലിലടച്ചു, ഇഷ്ടപ്പെട്ടവനെ കെട്ടി, തറവാടും പാടവും പറമ്പും ഒക്കെ സ്വന്തമാക്കി. എന്നിട്ടോ ഇപ്പോഴും അവിടെ സമാധാനമായിട്ട് കഴിയുന്നതേ ശത്രുക്കളാ. ഇവക്ക് ഒരു ദിവസം പോലും അവിടെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന്. എടേ, നീയായി പൊല്ലാപ്പ് മുഴുവൻ ഉണ്ടാക്കിയത്. അവനെ സംശയിച്ച് വേണ്ടാത്ത പണി കാണിച്ചത് നീയാ. എല്ലാത്തിനും കൂടെ നിൽക്കാൻ ഒരു തന്തയും തള്ള ഉണ്ടെങ്കിൽ മക്കള് പിന്നെ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്യും. അല്ല, നിങ്ങൾ എങ്ങോട്ട് പോവുക? കുറച്ച് മനസമാധാനം മേടിക്കാൻ വരുന്ന. എങ്ങോട്ട് പോവാന്ന്? ശരിയാ അങ്ങേര് പറഞ്ഞത്. നീ കാരണം ദീപൻ ജയിലിൽ പോയത്. അത് നിസ്സാര കാര്യത്തിന് ഒരുത്തിയെ സംശയിച്ചതിന്റെ പേരില്. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. എന്തെങ്കിലും അറിഞ്ഞു കാണോ?
അത്രയ്ക്ക് സീരിയസ് ആയിട്ടൊന്നല്ല സംസാരിച്ചത്. എങ്കിലും ഇതൊക്കെ എത്ര നാൾ മൂടി വെക്കാൻ പറ്റും? കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ദീപൻ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ കരണനും മോളും അവനെ എല്ലാം അറിയിക്കേണ്ടതായിരുന്നു. എങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയവൻ പെട്ടെന്ന് തന്നെ ജയിലിലേക്ക് തിരിച്ചു പോവും. ആ കുടുംബത്തിലെ എല്ലാവരെയും കൊന്നിട്ട്. അന്ന് ദീപന്റെ കേസ് നടത്തിയത് എന്റെ സീനിയർ ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങേര് അവനോട് ചോദിച്ചതാ, എന്തിനാടാ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലേക്ക് പോകുന്നതെന്ന്. എന്നാൽ അവനെന്ന് പ്രണയം തലയ്ക്ക് പിടിച്ച സമയമായിരുന്നു. സ്വപ്നത്തെ പോലും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോ നാളെ കാണാം. ദീപൻ ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി സാർ. അകലെ മുൾമുനയിലൂടെയാണല്ലോ കരണന്റെ മോളുടെ പോക്ക്. അതെ, അനുഭവിക്കട്ടെ. അത്രയ്ക്ക് ദ്രോഹ കണ്ണേട്ടനോടും കുടുംബത്തോടും അവനും അവന്റെ ഭാര്യ മോളോടും ചെയ്തത്. എനിക്ക് വയ്യമ്മേ ഇങ്ങനെ മുന്നോട്ട് പോവാൻ. അങ്ങനെ പോയിട്ട് തന്നെ എന്താ പ്രയോജനം? കഷ്ടിച്ച് 1 മാസം വരെ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞാലോ പിന്നെ എന്ത് ചെയ്യും? എന്ത് കള്ളം പറയും? അതിനു മുമ്പ് അവനെ വകവരുത്താന്നാ നിന്റെ പപ്പ പറഞ്ഞിരിക്കുന്നത്. അത് തിരിച്ചാവുന്ന എന്റെ പേടി. അവന്റെ കൈകൊണ്ട് നമ്മളെല്ലാരും തീരാനാ സാധ്യത. വേണമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നു. എന്നിട്ട് അത് കണ്ട പാവം പോലും നടിക്കാതെ കടിച്ചു തൂങ്ങുക. ഞാനിവിടെ ഒരു ഭാരമാണെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിലോട്ട് പോയിക്കൊള്ളാന്ന് എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞു. എന്നാ പോടി. പോകാതിരിക്കാൻ നിന്റെ കാരാരെങ്കിലും ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ടോ? വിജിതമോളൊന്ന് ഒതുങ്ങിയപ്പോ മരണം വരെ ഇവിടെ നിൽക്കാന്ന അവളുടെ വിചാരം. എനിക്ക് ഭഗവാന് മാല കെട്ടിയിട്ട് വിളക്ക് തെളിയിക്കണം, എന്നിട്ട് അമ്പലത്തിൽ പോണം. ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഗുണം നിനക്കുണ്ട്. ഇപ്പൊ ദേവി തന്നെ വന്ന് വിജിതമോളോട് പറഞ്ഞിരിക്കല്ലേ നിന്നെ സ്നേഹിക്കാൻ. ഇനി ഉണ്ണി അവളെയും കൂടി പിരിക്കാൻ കൂടി ദേവിയോട് പറയടി. പിന്നെ നിനക്കിവിടെ സ്ഥിരമായിട്ട് കുറ്റിയടിക്കാം. ആ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും. അതുകൊണ്ടാ എങ്ങനെയെങ്കിലും ഗുണ്ടെങ്കിൽ ഗുണ്ട അവന്റെ കൂടെ പോകാൻ പറയുന്നത്. എന്തായാലും നിന്നെ പോലെ ആരോരും ഇല്ലാത്തവനൊന്നും അല്ലല്ലോ. പോരാത്തതിന് നല്ലൊരു ജോലിയുണ്ട്. പിന്നെ അവനെ പോലെ തണ്ടും തടിയുള്ളവനെ നിന്നെ പോലെയുള്ളവളെയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അവളും മാല കിട്ടുന്നു. ഭഗവാനെ കൈക്കുള്ളിലാക്കിയിട്ട് ബാക്കിയുള്ളവരുടെ കഴുത്തറക്കാൻ. ഇങ്ങനൊന്നും പറയാതെ മോളെ. ഇങ്ങോട്ട് വരുന്ന വരവിന് അവൻ ബുള്ളറ്റിൽ നിന്ന് എവിടെങ്കിലും ഒന്ന് ഉരുണ്ട വീണാ മതിയായിരുന്നു. അവനും ആ കൃഷി ഓഫീസറും ഒക്കെ ബുള്ളറ്റിൽ നിന്ന് വീണാലേ അവന്മാർക്കൊന്നും പറ്റിയല്ല. ഭൂമി ചളകത്തേ ഉള്ളൂ. അത്രയ്ക്ക് ഭാരമാ രണ്ടുപേരും ഭൂമിക്ക്. പപ്പ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരുന്നോ? എല്ലാരും ചളുങ്ങാൻ ഇനി അധിക സമയമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, അവൻ വരുമ്പോഴേ ഞാൻ ബാത്റൂമില്ലാന്ന് പറഞ്ഞു. അയ്യോ അവിടെ നിക്കേ. അങ്ങനെ രക്ഷപ്പെട്ടാലോ? ജീവിതത്തിൽ ഇതുപോലെ ഭയന്ന് ജീവിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല. അയ്യോ, ഒരു കണക്കിന് ഉണ്ണി എന്ന മരുമോൻ കണ്ണനെ പോലെ ആകാതിരുന്നത് നന്നായി. അങ്ങനെ ആയിരുന്നെങ്കിലേ പിന്നെ ആരുടെ കൈ കൊണ്ട് മരിക്കുമെന്ന് കവടി നിർത്തി നോക്കി